പാഠം 619. ഒരു കലാകാരന്റെ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, സഹദേവാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കളക്ടറേറ്റിൽ പോയിരുന്നൊക്കെ അറിഞ്ഞു. എന്തായ കാര്യങ്ങൾ? ഓ, സത്യം? സഹദേവം വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലല്ലോ. എനിക്കറിയാം, കളക്ടർ പണ്ടേ അങ്ങനെയാ. എന്നോട് ഭയങ്കര വാത്സല്യമല്ലേ? അതെ അതെ. ആ, വേറെന്താ വിശേഷം? ശരി ശരി. ഭാമേ, താലൂക്ക് ഓഫീസിലെ സഹദേവനെ വിളിച്ചത്. ഇന്നലെ തഹസീൽദാരും സഹദേവനും കൂടി കളക്ടർ കാണാൻ പോയി. പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെ വെച്ച് തഹസീൽദാരോട് കളക്ടർ പറഞ്ഞു, ഇതൊക്കെ മോഹനേഷിനോട് സംസാരിച്ച പോലെ ആള് വളരെ മിടുക്കനല്ലേ എന്ന്. ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറെ പറ്റി ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാല് ചെറിയൊരു കാര്യമാണ്. അയ്യോ, അടുത്ത പ്രൊമോഷൻ ലിസ്റ്റ് വരുമ്പോ എന്റെ പേര് ഉറപ്പായിട്ടുണ്ടാവുമെന്നാണ് സഹദേവനും പറയുന്നത്. ഞാനീ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എന്റെ കേൾവിക്ക് തകരാറില്ലേ? പെരുതാ, നിന്റെ മുഖത്തൊരു സന്തോഷം വേണമായിരുന്നു. ചോദിച്ചിട്ടില്ലേ? ഞാൻ ഒരു സന്തോഷമുള്ള വാർത്ത പറഞ്ഞിട്ട് നീ ഒന്നും ചിരിച്ച പോലില്ലല്ലോ. ഞാനൊരു പെണ്ണല്ലേ മോഹനട്ടാ, അങ്ങനെ ചിരിക്കാമോ? പെണ്ണ് ചിരിച്ചാ എന്താ? ഇന്നലെ മോഹനട്ടൻ തന്നെയാ പറഞ്ഞത്, പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ ചിരിക്കാൻ പാടില്ല, അച്ചടക്കം ഒതുക്കവും വേണമെന്ന്. ഞാനായിട്ട് എന്റെ ഭർത്താവിനെ ധിക്കരിച്ചു എന്ന് വേണ്ട. ഇനി മേലിൽ മോഹനേട്ടൻ കാണുകയും ഞാൻ ചിരിക്കില്ല. തീർന്നുള്ള പ്രശ്നം. സത്യം പറയാലോ വക്കീലെ, സുന്ദരേശൻ ഇന്ന് രാവിലെ വന്ന് ശങ്കരൻകുട്ടി രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുപോയി. കഴിഞ്ഞ മാസം കേസ് കോംപ്രമൈസ് ആക്കാൻ വക്കീൽ നോക്കിയപ്പോ സുന്ദരേശൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചന്ദ്രൻകുട്ടി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവും അറിയാവുന്നത് കൊണ്ടാണ് അന്ന് അധികം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ സുന്ദരേശൻ അത് കേട്ടില്ല. എങ്ങനെ കേൾക്കും? സുന്ദരേശന്റെ ഒരു വക്കീലുണ്ടല്ലോ, പ്രകാശൻ, അയാള് പറഞ്ഞു, ഓരോ ഒത്തുതീർപ്പും വേണ്ട, സുന്ദരേശന് ഞാൻ നഷ്ടപരിഹാരം വാങ്ങിത്തരാം. കേസ് ഞാൻ തലകീഴായി മറിച്ചപ്പോ സുന്ദരേശന് മനസ്സിലായി നഷ്ടപരിഹാരം കിട്ടുകയുമില്ല, കയ്യിലിരിക്കുന്ന കാശ് പോവുകയും ചെയ്യുമെന്ന്. അതല്ലേ ഓടി ചന്ദ്രൻകുട്ടിയെ കാണാൻ വന്നത്. ഇതിപ്പോ വാദി പ്രതി ആയതുപോലുണ്ട് അല്ലെ ചന്ദ്രൻകുട്ടി? പിന്നല്ലാതെ. എന്നെത്ര ചിരിക്കാൻ? മോഹനേട്ടൻ അറിഞ്ഞില്ലല്ലോ, ഈ ചന്ദ്രൻകുട്ടിക്കെതിരെ സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാൾ കേസ് കൊടുത്തു. ഒരിടപാടിൽ നഷ്ടം വന്നു, അതിനുള്ള പരിഹാരം ചന്ദ്രൻകുട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാണ് ചന്ദ്രൻകുട്ടിക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്. വന്നിപ്പോ നഷ്ടപരിഹാരം സുന്ദരേശൻ ഇങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയല്ല. ബാലു ഇങ്ങനെ ചിരിക്കാൻ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പെണ്ണാണ്. പെണ്ണുങ്ങൾ വർത്താനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. നിന്റെ ഇച്ചിരി നാട്ടുകാരെന്ത് വിചാരിക്കും? ചന്ദ്രൻകുട്ടി വന്നാലും സംസാരിച്ചോ? നോക്കൂ. ഒരു ചിരി നീ രക്ഷയോ? ചിരിക്കാൻ ഓഹങ്കാരി. പിന്നെ വേറെ ഒരു വഴിയുണ്ട്. ഏത് വഴി? ഡാൻസ്. സാറ് ഡാൻസ് കളിക്കുന്നു. എനിക്ക് ഡാൻസ് കളിക്കാറില്ല. കളിക്കാൻ അറിയാന്നുള്ളൊരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ആസ്വദിക്കുകയല്ലേ ഉള്ളൂ, ചിരിക്കൂലല്ലോ. സാറിന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം സാറേ. ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു കുട്ടികളില്ലേ കളിക്കുന്നില്ലേ ആക്ഷൻ സോങ്, അത് അതല്ല, അതിൽ സ്റ്റെപ്പില്ല. അതുപോലത്തത് വില്ലേജ് ഓഫീസർ കെ മോഹനേഷ കളിക്കുമ്പോ
അതിലൊരു പുതുമ ഒരു ചിരിയും വരും. ഉദാഹരണത്തിന് ഒരു പാട്ട്, ദേ, കൈ ഇങ്ങനെ വയ്ക്കുക. കൊച്ചുകുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ, മയിൽപേലെ കാട്ടിലെ കള്ളർക്കുരുവി ഞാൻ. എങ്ങനെ ചിരിച്ചില്ലേ? സാറ് ചിരിച്ചില്ലേ? കണ്ടാ, സാറ് വരെ ചിരിച്ചു. അപ്പൊ പിന്നെ വക്കീല് ചിരിക്കും, ഉറപ്പാണ്. ഇതുപോലെ കളിച്ചാ മതി. അതെ, കൊച്ചുകുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ, മയിൽപേലെ കാട്ടിലെ കള്ളർക്കുരുവി ഞാൻ. എന്റെ സാറ് ഈ ഡാൻസ് സാറ് കളിക്കുന്നത് കണ്ട മുറ്റത്ത് ഇരിക്കുന്ന കൊന്ന തെങ്ങ് പോലെ ഒടിഞ്ഞു വീഴും ചിരിച്ചിട്ട്. സാറ് ചെയ്തോ? നിൽക്കണം, പോരുത്. അല്ല, എനിക്ക് ഗോപാലൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് പോകണം. 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. ഭൂമി വാങ്ങാനല്ലേ പോകുന്നു, വായുകൂലി വാങ്ങാനല്ലേ പോകുന്നു. ശരി സാറേ, മുദ്രയൊക്കെ ഓർമ്മ വേണം. ഇത് 2 അത് പിന്നെ നീ ഇങ്ങനെ എന്നെ സംശയിച്ചാൽ എനിക്ക് പ്രയാസമാവില്ലേ? അയ്യോ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞ എനിക്ക് പ്രയാസമാവില്ലേ? സോറി. ആ ഡാൻസ് എങ്ങനെയായിരുന്നു? ഏത്? മറ്റേത് ചിന്നക്കുരുവി ഞാൻ, കൊച്ചുകുരുവി ഞാൻ. പിന്നെന്താണ്? മയിൽപീലി കാട്ടിലെ നീലക്കുരുവി ഞാൻ, ചിന്നക്കുരുവി ഞാൻ. അച്ചടാ. എന്തൊക്കെ കാണേണ്ടി വരും ഒന്ന് ജീവിച്ചു പോകാനെന്ന് പലരും ചോദിക്കുന്നുണ്ടാവും. കാര്യമില്ല. വില്ലേജ് ഓഫീസർ ഇങ്ങനെയൊക്കെയാണ്. ഭാര്യയുമായി നിരന്തരം സംഘർഷത്തിലാവുകയും അത് പരിഹരിക്കാൻ അസാധാരണമായ മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ പ്രതിഭയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.